ഓം സ്വാമിയേ ശരണയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ 72 നാമങ്ങളുടെ അർത്ഥമാണ് അനുസ്മരിച്ച് കഴിഞ്ഞത്. ഇനി 73-ാമത്തെ നാമമാണ് ഓം നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുകായൈ നമ. നിത്യാശക്തികളുടെ പരാക്രമങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രഭാവങ്ങളിലുള്ള ഊറ്റത്തെ നിരീക്ഷിക്കുന്നതിൽ ഉത്സാഹമുള്ളവൾ എന്നാണ് നാമത്തിന് അർത്ഥം പറയുന്നത്. അപ്പോൾ പ്രഥമ, ദ്വിതീയ തുടങ്ങിയിട്ടുള്ള 15 ചാന്ദ്രദിനങ്ങൾക്ക് ഓരോന്നിനും ഓരോ അതിദേവതകളുണ്ട് എന്നാണ്. അപ്പോൾ അവയെ ദിനാനിത്യാദേവതകളെന്നും തിഥിദേവതകളെന്നും പറയുന്നു എന്നാണ്. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവിദ്യേശ്വരി, ദൂതി, ത്വരിത, കുലസുന്ദരി, നീലപതാക, വിജയ, സർവമംഗള, ജ്വാല, മാലിനി, ചിത്ര എന്നീ ദേവതകളാണ് ഈ പ്രഥമ മുതൽ നമ്മൾ കണക്കാക്കേണ്ടുന്ന 15 തിഥി ദേവതകൾ എന്നാണ്. അപ്പോൾ കാലസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നിത്യാദേവതകൾ അംഗരക്ഷ ചെയ്യുന്നു എന്ന് കൽപ്പന. അപ്പോൾ വ്യവഹാരപരമായിട്ടാണ് ഇത്തരം കൽപ്പനകൾ സാധകൻ്റെ സത്യസാക്ഷാത്കാരത്തെ പ്രതിബന്ധിക്കുന്ന ആസുരശക്തികളാണ് ഭണ്ഡൻ, ദമനകൻ തുടങ്ങിയവരായിട്ടുള്ള അസുരന്മാർ. അപ്പോൾ അവരെ യഥാവസരം ഉണർന്നിരുന്ന് നശിപ്പിക്കുന്ന നിത്യാദേവതകളുടെ പരാക്രമം ദേവിയെ അത്യധികം സന്തുഷ്ടയാക്കുന്നു എന്ന് ഈ നാമത്തിന് മറ്റൊരർത്ഥം. ഇനി കാമേശ്വരിയാണ് പ്രഥമാതിഥിക്ക് അതിദേവത. ചിത്ര എന്ന് പറയുന്ന ദേവതയാണ് പൗർണമിക്ക് അതിദേവത. അപ്പോൾ ചിത്രഗുപ്തൻ, ദമനകൻ മുതലായി 15 അസുരന്മാരെ വധിച്ച ശക്തികളാണ് ഈ പറഞ്ഞ 15 ദേവതകളിൽ നിന്ന് വേറൊരർത്ഥമുണ്ട്. അപ്പോൾ നിത്യ എന്നത് ആത്മാവിൻ്റെ സനാതന ശക്തിയാണ് എന്നും പരാക്രമാടോപം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലുള്ള ഉറച്ച ഇച്ഛാശക്തിയാണ് എന്ന് വരുന്നു. അത് നിരീക്ഷണം ചെയ്യുന്നതിൽ അത്യന്തം ഉത്സാഹമുള്ളവളാണ് ദേവി, അല്ലെങ്കിൽ ഉറച്ച ഇച്ഛാശക്തിക്ക് പരാജയമില്ലാത്തവളാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനൊന്ന് കരുത്ത് കൂടുകയുള്ളൂ, അതാണ് ജ്ഞാനവിത്ത്. അപ്പം മുളച്ച് കഴിഞ്ഞാലുള്ള അനുഭവം അത് ക്രമപ്രവൃത്തമായിട്ട് വേരൂന്നി പടർന്ന് വളർന്നുകൊള്ളില്ലേ, അതേപോലെ തന്നെ അത് കാണുന്നതിലാണ് ദേവിക്ക് ഉന്മേഷവും ഉത്സാഹവും എന്നാണ്. ഇനി 74-ാമത്തെ നാമം ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിതായൈ നമ. ഭണ്ഡാസുരൻ്റെ പുത്രന്മാരെ വധിക്കാൻ ഉദ്യമിച്ച ബാലാദേവതയുടെ വിക്രമം കണ്ട് ആനന്ദിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം. അപ്പോൾ ചതുർബാഹു, ഉപമായൻ തുടങ്ങിയിട്ടുള്ള 30 പേരാണ് ഭണ്ഡാസുരൻ്റെ പുത്രന്മാരായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 30 പുത്രന്മാർ ദിവസങ്ങളാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സംസാരിയായ ജീവനെ അല്ലെങ്കിൽ ഭണ്ഡനെ കൂടുതൽ ഉന്മത്തനും അഹങ്കാരിയുമാക്കി മാറ്റാൻ ഓരോ ദിവസവും ഓരോ പുത്രനും പരിശ്രമിക്കുന്നു എന്നാണ്. അവരെ ബാല എന്ന 9 വയസ്സുകാരിയായ ദേവത നശിപ്പിച്ചു കളയുന്നു എന്നാണ്. അപ്പോൾ ബാല എന്നത് ബാലാമന്ത്രമാണെന്ന കാര്യവും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സാധകൻ തൻ്റെ സാധനാനിഷ്ഠയിൽ രാപ്പകലുകൾ അറിയാതെ പോകുന്നു അല്ലേ. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ദേവി അത്യന്തം സന്തുഷ്ടയാണ് എന്നാണ്. ഇനി 75-ാമത്തെ നാമം മന്ത്രിണ്യംബാ വിരചിത വിഷംഗവദോഷിതായൈ നമ. മന്ത്രിണീ ശക്തിയാൽ പൊരുതി വധിക്കപ്പെട്ട വിഷങ്കൻ എന്ന അസുരൻ്റെ നാശത്തിലെ സന്തുഷ്ടയായവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുരാഭണ്ഡാസുരോ നാമ സർവദൈത്യശിഖാമണി
പൂർവദേവാൻ ബഹുവിധാൻ സൃഷ്ടും സ്വേച്ഛയാവടു വിശുക്രം നാമധേയവർഗ സംരക്ഷണക്ഷമം ശുക്രതുല്യ വിചാരജ്ഞം ദക്ഷാംസേന സസർജസ വാമാംസേന വിഷംഗം സൃഷ്ടവാൻ ഭ്രാതരാവുഭൗ എന്നാണ് ഈ ബ്രഹ്മാണ്ഡപുരാണത്തിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആ ശ്ലോകമാണ്. എന്താ അതിൻ്റെ അർത്ഥം? പുരാതനനായി ഭണ്ഡൻ എന്ന അസുരപ്രമാണി ഇഷ്ടാനുസരണം പലതരത്തിലുള്ള അസുരന്മാരെ സൃഷ്ടിക്കാൻ സമർത്ഥനായി വർത്തിച്ചിരുന്നുവെന്നും അസുരവർഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഭണ്ഡൻ വലത്തെ തോളിൽ നിന്ന് വിശുക്രനെയും ഇടത്തെ തോളിൽ നിന്നും വിഷങ്കനെയും സൃഷ്ടിച്ചു. അവരിരുവരും അങ്ങനെ ഭണ്ഡാസുരൻ്റെ സഹോദരന്മാരായി എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ വിഷങ്കൻ, വിശുക്രൻ എന്നീ സഹോദരന്മാരിൽ വിഷങ്കനെ വധിച്ചത് ശ്യാമളാംബ എന്ന് പറയുന്ന മന്ത്രിണീ ദേവതയാണ് അല്ലേ. അപ്പോൾ വിഷങ്ക ശബ്ദം കൊണ്ട് രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാമെന്നാണ്. എന്നെങ്ങനെയാത്? വി അധികം സംഘ, വിഷങ്ക. സത്സംഗത്തിന് നേരെ വിപരീതമായിട്ടും വിഷങ്കം എന്നുള്ള പദം ഉപയോഗിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിഷങ്കം എന്ന് പറഞ്ഞാൽ സത്സംഗം എന്നുള്ളതിൻ്റെ വിപരീതാർത്ഥമാണ് വിഷങ്കം എന്നുള്ളത്. അപ്പോൾ ഭൗതിക വിഷയേച്ഛയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബദ്ധജീവനായിട്ടുള്ള ഭണ്ഡാസുരൻ്റെ സൃഷ്ടിയാണത് എന്ന് വരുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവുന്നതാണ്. അപ്പോൾ മറ്റൊന്ന് ഇനി വിഷത്തെ ഗമിക്കുന്നത് എന്നുള്ള അർത്ഥമാക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷാത്മകം എന്നൊക്കെ അർത്ഥം കൊടുക്കുമ്പോൾ, ഭൗതിക ഭോഗങ്ങളെല്ലാം ആദ്യം അമൃതം പോലെ തോന്നുമെങ്കിലും ഒടുവിൽ ജീവൻ്റെ മോക്ഷ വിഷയത്തിൽ അത് വിഷതുല്യമായിട്ട് പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ അനുഭവത്തെയാണ് ഇവിടെ വിഷങ്കൻ എന്ന് വ്യവഹരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ വിഷങ്കനെ മന്ത്രിണീ ദേവതയാണ് നിഹനിക്കുന്നത്. അതിൽ സന്തുഷ്ടയായി തീരുന്നു ദേവി എന്ന നാമത്തിനർത്ഥമായിട്ട് വരുന്നു. ഇനി 76-ാമത്തെ നാമം വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിതായൈ നമഃ. വിശുക്രാസുരൻ്റെ പ്രാണങ്ങളെ അപഹരിച്ച വാരാഹി ദേവതയുടെ വീര്യത്തിൽ ആനന്ദിക്കുന്നവൾ എന്നാണ്. അപ്പോൾ വാരാഹി ദണ്ഡിനീ ശക്തിയാണെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. വരാഹാനന്ദനാഥൻ എന്ന ജ്ഞാനിക്ക് ദേവി വരാഹരൂപത്തിൽ പ്രത്യക്ഷയായെന്നും അന്ന് മുതൽ ദേവിയെ വാരാഹി എന്ന് വിളിക്കുന്നു എന്നും ത്രിപുരാ സിദ്ധാന്തം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വിശുക്രപദത്തെയും ഇങ്ങനെ നമുക്ക് പിരിക്കാം എന്നാണ്. വി അധികം ശു അധികം രാ, വിശുക്ര. വിശേഷേണ അല്ലെങ്കിൽ വിശേഷേണ ശോകത്തെ അതായത് ദുഃഖത്തെ, രാ എന്ന് പറഞ്ഞാൽ രാതി ഗമിക്കുന്നത്, ദുഃഖങ്ങളെ ആഞ്ഞുമൊഴുകുന്നത്, അതും ബദ്ധജീവൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിഷങ്കനും വിശുക്രനും ജീവൻ്റെ ഭൗതിക തൃഷ്ണയുടെ രണ്ട് പ്രവണതകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അർത്ഥത്തിന് വേണ്ടിയും ദാരങ്ങൾക്കു വേണ്ടിയും പുത്രനു വേണ്ടിയും ബദ്ധജീവൻ്റെ ത്വര ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ അവ മൂന്നും ദുഃഖാസ്പദങ്ങളാണെന്ന് അജ്ഞാനാവൃതമായ ജീവൻ ഒട്ടും മനസ്സിലാക്കുന്നുമില്ല എന്നാണ്. അപ്പോൾ ആ ഏഷണത്രയത്തിൻ്റെ ദുഃഖവലയത്തിൽപ്പെട്ട് ജീവൻ എന്തെന്ത് ദുരിതങ്ങളിലാണ് മുഴുകുന്നത് അല്ലേ. അപ്പോൾ മനസ്സേ നിൻ സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥം എല്ലായ്പ്പോഴും സ്മരിക്ക നീ എന്ന് ഏതോ ഒരു കവി പാടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഇത്തരത്തിൽ നമുക്ക് അനുസ്മരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പൊരുൾ ബദ്ധജീവന് ബോധ്യപ്പെടാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. സംസാരഭക്തനായിട്ടുള്ള ജീവൻ ബദ്ധജീവനും സംസാരാതീതനായിട്ടുള്ള ജീവൻ മുക്തജീവനുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ 74, 75, 76 നാമങ്ങൾ മനോമാലിന്യങ്ങളെയും അവയെ നിരോധിക്കാനുള്ള സാധകൻ്റെ ആന്തരിക ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ സാമാന്യ അർത്ഥമായിട്ട് ഇവിടെ മനസ്സിലാക്കുക. സംസാര കാരണങ്ങളെ നിരോധിച്ച് ജ്ഞാനമാർഗത്തിലേക്ക് ഉയരുന്ന മനഃശക്തികളുടെ മുന്നേറ്റം കണ്ട് ദേവി സന്തുഷ്ടയാകുന്നു എന്ന് താല്പര്യം. ഇനി 77-ാമത്തെ നാമം കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വരായൈ നമഃ.
കാമേശ്വരൻ്റെ മുഖത്തെ ആലോകനം ചെയ്തുകൊണ്ട് കൽപ്പിതനായ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീ ഗണേശ്വരനോട് കൂടിയവൾ എന്നാണ്. സംസാരിയായ ജീവനെ മുക്താവസ്ഥയിലേക്ക് മുന്നേറാനായിട്ട് അനുവദിക്കാതെ ആസുര ശക്തികൾ നിരവധി വിഘ്നങ്ങൾ സൃഷ്ടിച്ച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ദുരവസ്ഥ കണ്ട ദേവി കാരുണ്യപൂർവം അതിന് ഒരു പ്രതിവിധി കാണണമെന്ന് ആഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ തഥാ സാ ലളിതാദേവി കാമേശ്വരമുഖം പ്രതി ദത്താഭാംഗ വ്യക്തരഥാവലി എന്നാണ്. അപ്പോൾ തസ്യാം അന്തസ്മിത രുച കുഞ്ചരാകൃതിമാൻമുഖേ കടക്രോഢ ഗളദാന കശ്ചിത് ദേവോ വൃജിംബതേ എന്ന് ബ്രഹ്മാണ്ഡപുരാണത്തിൽ തന്നെ ഈ വിഘ്നേശ്വരൻ്റെ അല്ലെങ്കിൽ ഗണപതിയുടെ ജനനത്തെപ്പറ്റി ബ്രഹ്മാണ്ഡപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അസുരന്മാരെ ദേവന്മാരെ വിഘ്നങ്ങൾ കൊണ്ട് തടഞ്ഞപ്പോൾ ലളിതാദേവി വ്യക്തമായി പല്ലു പുറത്ത് കാണാത്ത മട്ടിൽ കാമേശ്വരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് മന്ദഹസിച്ചു എന്നാണ്. അപ്പോൾ ആ മന്ദഹാസപ്രഭയിൽ നിന്നും ആനയുടെ മുഖത്തോടും കവിൾത്തടങ്ങളിൽ നിന്നും കുതിച്ചു ചാടുന്ന മതജലത്തോടും കൂടി ഒരു ദേവൻ വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ ദേവൻ വിഘ്നേശ്വരൻ സകല വിഘ്നങ്ങളെയും തവിടുപൊടി തകർത്ത് കളഞ്ഞു എന്നാണ് ഇപ്പം ഈ ബ്രഹ്മാണ്ഡപുരാണത്തിലെ ഈ ശ്ലോകത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സകല മംഗളകർമ്മങ്ങളിലും വിഘ്നശാന്തിക്കായിട്ട് വിഘ്നേശ്വരനെ സ്മരിച്ച് പൂജിച്ചു പോരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശുദ്ധബ്രഹ്മമാണ്, ശുദ്ധബ്രഹ്മ വിഷയകമായിട്ടുള്ള തത്വജ്ഞാനമാണ്. മുഖാലോകം ദർശനം എന്നാണ് അർത്ഥം. അപ്പോൾ ഗണം എന്ന് പറഞ്ഞാൽ 8 ഉപകരണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന പുര്യഷ്ടകം ശരീരം എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ 8 എണ്ണം? 1 കർമ്മേന്ദ്രിയങ്ങൾ, 2 ജ്ഞാനേന്ദ്രിയങ്ങൾ, 3 മനസ്സ്, 4 പഞ്ചപ്രാണങ്ങൾ, 5 പഞ്ചഭൂതങ്ങൾ, 6 കാമം, 7 കർമ്മം, 8 അവിദ്യ. ഇവയാണ് ഈ 8 ഗുണങ്ങൾ ചേർന്ന പുരി എന്നാണ്. അപ്പോൾ ആ ഗണത്തിൻ്റെ ഈശ്വരനാണ് ഗണേശ്വരൻ. ഗണേശ്വര എന്ന് സ്ത്രീലിംഗമായിട്ടും ഈ പദം വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്ന ചൈതന്യാത്മസ്വരൂപിണിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഗണേശ്വര മന്ത്രത്തിൻ്റെ അധിദേവത എന്നും ഗണേശ്വര എന്ന പദത്തിന് അർത്ഥമുണ്ട് അല്ലേ. 28 അക്ഷരങ്ങളുള്ള ഗണേശ്വര മന്ത്രം, അതായത് ഗണപതി മന്ത്രം, ആഭിചാരാദി ദുഷ്കർമ്മങ്ങളെ നിർമൂലനം ചെയ്യുന്നതും ഉള്ള ഒരു വിശിഷ്ട മന്ത്രമായതുകൊണ്ട് അത് ഗുരുമുഖത്ത് നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. 78ാമത്തെ നാമം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിതായേ നമഃ. മഹാഗണേശ്വരനാൽ നിർഭിന്നമായ തകർക്കപ്പെട്ട വിഘ്നയന്ത്രത്തെ കണ്ട് പ്രഹർഷിതയായവൾ എന്ന് പറഞ്ഞാൽ അതീവ സന്തുഷ്ടയായവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ സംസാരിയായ ജീവൻ്റെ മുക്തി ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തെയാണ് ഇവിടെ യുദ്ധമായിട്ട് നിരൂപണം ചെയ്യുന്നത് എന്നാണ്. ഇവിടെ നമുക്ക് സ്മരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 8ാമത്തെ ശ്ലോകം. ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളിവൊരു വെന്തിയകം വിളങ്ങിടേണം. ഒളി മുതലായ പഴമഞ്ച് എന്ന് പറഞ്ഞാൽ രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം എന്നീ കനികളാണ് 5. അപ്പോൾ അവയെ ആസ്വദിക്കുന്ന കിളികൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളാണ്. ആ കിളികൾ ശരീരമാകുന്ന നാറും നളികയിൽ നയേന മാറിയാടുകയാണ്. ശരീരമാകുന്ന കൂട്ടിൽ ഈ കിളികൾ തന്ത്രപൂർവം മാറി മാറി പാറിപ്പറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ജന്മജന്മാന്തരങ്ങളായി വിവിധ ശരീരങ്ങളിലായിട്ടാണ് ഈ കിളികൾ മാറി മാറി കഴിയുന്നത് എന്നാണ് ആ ആത്മോപദേശ ശതകത്തിലെ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കിളികളെ 5ഉം അരിഞ്ഞ് കീഴ്മറിക്കണം, ഇന്ദ്രിയങ്ങളുടെ വാസനാവേരറുക്കണം. അപ്പോൾ മാത്രമേ വെളി ഒരു ജ്യോതിസ്വരൂപം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപം
തെളിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കാനും മറുകണ്ഠം ചാടിക്കാനുമാണ് ഭണ്ഡാസുരൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ സൈന്യത്തെ നകുലീ ശക്തികൾ തകർത്തു എന്ന് കണ്ട ഭണ്ഡാസുരൻ തൻ്റെ പുത്രന്മാരെയും ബാലാദേവി നശിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അത്യധികം ക്രോധാകാരനായി എന്നാണ്. അപ്പോൾ ഭണ്ഡാസുരൻ വിശുക്കരനെ വിളിച്ചു പറഞ്ഞു, ലളിതാദേവിയുടെ സൈന്യത്തെ ജയിച്ചടക്കാൻ ജയവിഘ്നം എന്ന യന്ത്രത്തെ മായാശക്തി ഉപയോഗിച്ച് പ്രയോഗിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ വിശുക്രൻ ഒളിഞ്ഞും തെളിഞ്ഞും കിണഞ്ഞു പരിശ്രമിച്ചു നോക്കി വിഘ്നയന്ത്രം സ്ഥാപിക്കാനായിട്ട്. അത് കഴിയാതെ വിഷമിച്ചു. അങ്ങനെ ഒടുക്കം വിഘ്നയന്ത്രം തന്ത്രപൂർവം ദേവിയുടെ സൈന്യത്തിൻ്റെ നേർക്ക് വിശുക്രൻ വിക്ഷേപിച്ചു എന്നാണ്. അതോടെ ദേവസൈന്യം മന്ദതികളായി നിദ്രാലുക്കളായി സമര പരാങ്മുഖരായി മാറി എന്നാണ്. അപ്പോൾ സാധനയുടെ തീവ്രതയിൽ സാധകനുണ്ടാകാവുന്ന നിദ്രാലസ്യങ്ങളും മാർഗഭ്രംശങ്ങളുമാണ് ഈ വിഘ്നയന്ത്രത്തിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് നമ്മൾ ഊഹിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ദേവി കാമേശ്വരൻ്റെ മുഖത്ത് സാവൂതം നോക്കി മന്ദഹസിച്ചതും വിഘ്നേശ്വരൻ ആവിർഭവിച്ചതും മഹാഗണേശനാവട്ടെ വിഘ്നയന്ത്രത്തെ ഛിന്ന ഭിന്നമാക്കി വിശുക്രൻ്റെ കൂടതന്ത്രത്തെ പാടെ തകർത്ത് കളഞ്ഞതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് കണ്ട് ദേവി അത്യധികം പ്രസന്നയായി എന്നാണ്. അപ്പോൾ വിഘ്നയന്ത്രം എന്ന് പറഞ്ഞാൽ 8 കോണുകളുള്ളതും 8 ദുഷ്ടദേവതകളാൽ പരിരക്ഷിതവുമാണ് എന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നു. ഇനി 79-ാമത്തെ നാമം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡൻ എന്ന അസുരേന്ദ്രനാൽ എയ്തുവിടപ്പെട്ട ശസ്ത്രങ്ങൾക്ക് മുഴുവൻ പ്രത്യസ്ത്രം ചൊരിയുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ഭണ്ഡാസുരൻ്റെ ശസ്ത്രങ്ങൾ അവിദ്യയുടെ മോഹാസ്ത്രങ്ങളാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അവയ്ക്ക് മുഴുവനും പ്രത്യസ്ത്രം വർഷിക്കുന്നവളാണ് ദേവി. ഭക്തൻ ദേവിയുടെ നേർക്ക് ഒരു ചുവട് വെച്ചാൽ ദേവി ഭക്തൻ്റെ നേർക്ക് 10 ചുവട് വയ്ക്കും എന്നാണ്. അങ്ങനെയാണ് ആത്മജ്ഞാനത്തിന് ദാഹിക്കുന്ന ഭക്തന് ഇടതടവില്ലാതെ കണ്ട് സ്വസ്വരൂപാനുസന്ധാനത്തിന് വേണ്ട ശക്തിയും ഏകാഗ്രതയും ദേവി പ്രദാനം ചെയ്യുന്നു എന്ന് ഈ നാമത്തിലൂടെ വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി 80-ാമത്തെ നാമം ഓം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. കരാങ്കുലികളിലെ നഖങ്ങളിൽ നിന്നും ഉൽപ്പന്നമായ, അതായത് ഉണ്ടായ നാരായണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ദശാകൃതി എന്ന് പറഞ്ഞാൽ ദശാവതാരങ്ങളോട് കൂടിയവൾ എന്നാണ്. മത്സ്യക്കൂർമ്മവരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന എന്നുള്ളത് പ്രസിദ്ധമല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തതായിട്ട് പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ അവതാരങ്ങളെല്ലാം അതാത് അവസരങ്ങളിൽ ദേവിയുടെ വിരലിലെ ഓരോ നഖങ്ങളിൽ നിന്നും ഉയർകൊണ്ടതാണെന്ന് ലളിതോപാഖ്യാനത്തിൽ പറയണം. അപ്പോൾ അർത്ഥവാദപരമായിട്ട് ആഖ്യാന പ്രസക്തി മാത്രമാണ് ആ ഉപാഖ്യാനത്തിലുള്ളത് എന്നും വേണമെങ്കിൽ പറയാം. എന്നാൽ പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങളുടെ കഥയിലെ അർത്ഥവാദപരവും ചരിത്രാംശവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം വാൽമീകിയും വ്യാസനും ഒന്നും അർത്ഥവാദത്തിൽ ഒതുങ്ങുന്നവരല്ലല്ലോ. അപ്പോൾ ദശാകൃതി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ 5 ദശയും 5 കൃതികളുമാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ത്വരീയം, ബ്രഹ്മനിഷ്ഠ. ഇവയാണ് പഞ്ചദശകൾ. സൃഷ്ടി, സ്ഥിതി, പ്രളയം, മഹാപ്രളയം, ലോകോദ്ധാരണം. ഇവയാണ് 5 കൃതികൾ. അപ്പോൾ ഇവകൾ ദേവിയുടെ കൈനഖത്തുമ്പിൽ നിന്നും ഉൽപ്പന്നമാകുന്നു എന്ന് താല്പര്യമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ദേവിയുടെ വിഭുത്വത്തെയും മഹത്വത്തെയുമാണ് ഈ നാമത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഇനി 81-ാമത്തെ നാമം മഹാപാശുപതാസ്ത്രാഗ്നിനഗ്ധാസുരസൈനിക നമ. മഹാപാശുപതാസ്ത്രമാകുന്ന അഗ്നിയിൽ അസുരസൈന്യങ്ങളെ ദഹിപ്പിച്ചവൾ എന്നാണ്. പശുപതിയുടെ അസ്ത്രമാണ് പാശുപതാസ്ത്രം. മഹാപാശുപതാസ്ത്രമാകുന്ന അഗ്നി സംവിധാഗ്നിയാകുന്നു എന്നാണ്. അപ്പോൾ സംവിധാഗ്നി എന്ന് പറഞ്ഞാൽ ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നി
ദ്വൈതഭാവനയുടെ സകല ആസുരഭാവങ്ങളെയും ദഹിപ്പിച്ചു കളയുന്നു എന്നാണ്. അപ്പോൾ അപ്രകാരമുള്ള ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. അസുര സൈന്യം അജ്ഞാനജന്യമായിട്ടുള്ള മനോമാലിന്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മഹാപാശുപതമന്ത്രമാകുന്ന അഗ്നിയിൽ അസുരസേനകളെ ദഹിപ്പിച്ചവൾ എന്നും ഒരർത്ഥം നമുക്കിതിനെടുക്കാം. അപ്പോൾ പാശുപത മന്ത്രത്തിൽ നിന്നും ഭിന്നമാണ് മഹാപാശുപത മന്ത്രം എന്നാണ്. അപ്പോൾ മഹാപാശുപത മന്ത്രം സദാശിവനെയാണ് ലക്ഷ്യമാക്കുന്നത്, പാശുപത മന്ത്രം ഈശ്വരനെ ലക്ഷ്യമാക്കുന്നു എന്നാണ്. അപ്പോൾ രുദ്രൻ തുടങ്ങിയിട്ട് പിശാചി വരെയുള്ള രക്ഷകനും സർവേശ്വരനുമായിട്ടുള്ള ഭവൻ, അതായത് ശിവൻ പശുപതിയാകുന്നു എന്ന് ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട്. രുദ്രാദയ പിശാചന്ത പശവപരികീർത്തിത തേഷാം പതിത്വാത് സർവേശ ഭവ പശുപതിർ ഭവേത്. ലിംഗപുരാണത്തിലെ ശ്ലോകമാണത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു താല്പര്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി 82ാമത്തെ നാമം കാമേശ്വരാസ്തനുദ്ധക്ത സഭണ്ഡാസുര ശൂന്യകായൈ നമ. ശൂന്യക എന്ന് പറഞ്ഞാൽ ഭണ്ഡാസുരൻ്റെ രാജധാനിക്കാണ്. അപ്പോൾ കാമേശ്വരാഗ്നിയിൽ ഭണ്ഡാസുരനെ രാജധാനിയോടൊപ്പം ചുട്ടരിച്ചവൾ എന്ന് നാമത്തിനർത്ഥം പറയണു. അപ്പോൾ ഈ നാമത്തിന് കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര സൈനിക എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അപ്പോൾ രാജധാനിയോടൊപ്പം എന്നതിന് പകരം സൈന്യത്തോടൊപ്പം എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കി. ഇനി മറ്റൊരു പാഠഭേദവും കാണുന്നുണ്ട്, കാമേശ്വരാഗ്നി നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക എന്നും കാണുന്നു. അവിടെ കാമേശ്വരാഗ്നിയിലെ ഭണ്ഡാസുരനെ രാജധാനിയോടൊപ്പം ചുട്ടരിച്ചവൾ എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അധൈക ശേഷിതം ദുഷ്ടം നിഹിതാശേഷബാന്ധവം ക്രോധേന പ്രജ്വലന്തം ജഗത് വിപ്ലവകാരിണം എന്ന് പറഞ്ഞാൽ ലോകനാശകാരിയും കോപം കൊണ്ട് തിളയ്ക്കുന്നവനും സകല ബന്ധുക്കളും വധിക്കപ്പെടുകയാൽ ഏകനായി ശേഷിച്ച ദുഷ്ടനും എന്നാണ് അർത്ഥം. ഇനി മഹാസുര മഹാസത്വം ഭണ്ഡം ചണ്ഡപരാക്രമം മഹാകാമേശ്വരാസ്ത്രേണ സഹസ്രാദിത്യവർച്ചസ എന്ന് പറഞ്ഞാൽ മഹാസുരനും മഹാശക്തനും അസഹ്യ വിക്രമനുമായിട്ടുള്ള ഭണ്ഡാസുരനെ 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയ മഹാകാമേശ്വരാസ്ത്രം കൊണ്ട് ഗദാ സുമ കരോന്മാദാ ലളിതാ പരമേശ്വരി തതസ്ത്രപ്രഹിതേർജ്വാലേർ ശൂന്യകം തസ്യ പത്തനം. പരമേശ്വരിയായ ലളിതാമാതാവ് വധിച്ചു എന്നാണ്. ആ അസ്ത്രത്തിൽ നിന്നും ഉതിർന്ന ജ്വാലകളെ കൊണ്ട് അവൻ്റെ ശൂന്യകം എന്ന പട്ടണം ശൂന്യമാക്കി തീർത്തു എന്നാണ്. സ്ത്രീകം ച സ ബാലം ച സ ഗോഷ്ഠധനധാന്യകം നിർദ്ധക്തമാസീത് സഹസ്ര സ്ഥലമത്ര ശിഷ്യതേ എന്നാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഗോശാലകളും സകല ധനധാന്യങ്ങളോടും കൂടി നിമിഷം കൊണ്ട് ചുടുചാരമായി തീർത്തു, സ്ഥലം മാത്രം അവിടെ അവശേഷിച്ചു എന്നാണ്. ശൂന്യകം തൽപുരം നാമ ശൂന്യമാസീത് യഥാർത്ഥത. ശൂന്യകം എന്ന് പറയുന്ന ഭണ്ഡാസുരൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രാജധാനി ശരിക്കും ശൂന്യമായി തീർന്നു എന്നാണ് ആ പുരാണത്തിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഈ കഥയെപ്പറ്റി വിസ്തരിക്കണത്. അപ്പോൾ ഇവിടെ സ്ത്രീകളും കുട്ടികളും മറ്റും ദഹിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു നടുക്കം ഉണ്ടാക്കാം അല്ലേ? എന്തിനാ നടുങ്ങണേ? സുഷുപ്തിയിലെ ഭാര്യാപുത്രാദികളോ കൂറ്റൻ ധനസമ്പത്തോ നമ്മോടൊപ്പം ഉണ്ടാവുമോ? ഇവിടെ കിടക്കുന്നു എന്ന് പോലും നാം അറിയാറുണ്ടോ? മൃതപ്രായനായവൻ്റെ കഥയോ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഒരു സൂചിയുടെ ഉടമസ്ഥത പോലും അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സത്യം ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യമായാൽ മനസ്സിനെ അത് ബോധ്യപ്പെടുത്തി നിസ്സംഗയായിട്ട് ജീവനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള പരിശീലനം നേരത്തെ നേടാൻ കഴിയണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പാഠം എന്നാണ്. ഇനി 83ാമത്തെ നാമം ഓം ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവായേ നമഃ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ വാഴ്ത്തി സ്തുതിക്കത്തക്ക വൈഭവങ്ങളോട് കൂടിയവൾ എന്നാണ്.
അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രന്മാർക്ക് പോലും ദേവിയെ വാഴ്ത്തി സ്തുതിച്ചപ്പോഴാണ് ആത്മവൈഭവം വെളിപ്പെട്ടത് എന്നും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ലളിതോപാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് അസ്മിന്നവസരേ ദേവ ഭണ്ഡസംഹാര തോഷിത സർവേ അഭിസേവിതും പ്രാപ്ത ബ്രഹ്മാ വിഷ്ണു പുരോഗമ എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ഭണ്ഡാസുരനെ സംഹരിച്ചു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടരായ ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവന്മാരെല്ലാം ദേവിയെ സ്തുതിക്കാനായിട്ട് വന്നുകൂടി എന്നാണ്. ഇനി 84-ാമത്തെ നാമം ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി. ഹരൻ്റെ നേത്രത്തിൽ നിന്നും വമിച്ച അഗ്നിയിൽ ചുടുചാമ്പലായിത്തീർന്ന കാമദേവന് സഞ്ജീവനൌഷധിയായുള്ളവർ അല്ലെങ്കിൽ പുനർജന്മം നൽകിയവൾ എന്നാണ്. അപ്പോൾ കാമദേവന് ദേവി മൃതസഞ്ജീവനിയായി ഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഭണ്ഡാസുരവധം കഴിഞ്ഞപ്പോൾ ദേവിയെ വാഴ്ത്തി സ്തുതിക്കാനായിട്ട് ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രാദികൾ എത്തി എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അവർ ഭർത്തൃവിരഹിണിയായിട്ടുള്ള രതീദേവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാമനെ പുനരുജ്ജീവിപ്പിക്കണം എന്ന് ദേവിയോട് അപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ദേവി പ്രസന്നയായി കാമേശ്വരനെ കടാക്ഷിച്ചു എന്നാണ്. അച്ഛൻ മക്കളോട് കോപിക്കുന്നത് വാത്സല്യമില്ലായ്മയോ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ, മറിച്ച് സന്ദർഭത്തിൻ്റെ പ്രേരണയാലാണ് എന്നുള്ള ആ ഒരു ജീവിത രഹസ്യം ഈ നാമത്തിലൂടെ നമുക്ക് അനാവരണം ചെയ്ത് തരികയാണ്. സമൂഹത്തിൽ ഹരനാകാനായിട്ട് എത്ര പേരുണ്ടാവും എന്നുള്ളതാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യതതി സിദ്ധയേ യതതാമവി സിദ്ധാനാം കച്ചിന്മാം വേത്തി തത്വതാം. അനേകായിരം മനുഷ്യരിൽ ഒരുവൻ മാത്രമാണ് ആത്മസിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അങ്ങനെ പരിശ്രമിക്കുന്നവരിൽ ഒരാൾ മാത്രമേ എന്നെ വേണ്ട പോലെ അറിയുന്നുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അറിഞ്ഞയാൾ ഹരനാവുന്നു എന്നാണ്. അതായത് സദാശിവൻ. ആ ആളിന് പിന്നെ പ്രാപഞ്ചികമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് സൃഷ്ടിസ്ഥിതിയിലാണ് താനും. അപ്പോൾ അത് കാമനിഷ്ഠവുമാണ് അല്ലേ. അപ്പോൾ ആ കാമത്തിൻ്റെ അല്ലെങ്കിൽ കാമൻ്റെ പുനഃസൃഷ്ടിക്കാണ് ബ്രഹ്മാദികൾ ദേവിയോട് അഭ്യർത്ഥിച്ചത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കാമൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ദേവി സഞ്ജീവനൌഷധിയായി ഭവിച്ചു എന്ന്. പ്രപഞ്ചഭരണം ദേവിയുടെ അധീനത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഇനി വേറൊരു പ്രകാരത്തിൽ നമുക്ക് ഈ നാമത്തെ വ്യാഖ്യാനിക്കാം എന്നാണ് അല്ലേ. നോക്കാം എങ്ങനെയാന്ന്. ഹര ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. നേത്രം എന്ന് പറഞ്ഞാൽ നയിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ രൂപവൈവിധ്യമാർന്ന സൃഷ്ടിജാലങ്ങൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സംദഗ്ധം എന്ന് പറഞ്ഞാൽ ദഹിച്ചത്. കാമൻ എന്ന് പറഞ്ഞാൽ സംസാരിയായിട്ടുള്ള ജീവൻ എന്നാണ്. അപ്പോൾ സഞ്ജീവനം എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ഉജ്ജീവിപ്പിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഔഷധി എന്ന് പറഞ്ഞാൽ ഔഷധം തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അർത്ഥമായിട്ടെടുക്കുക? സംസാരാഗ്നിയിൽ ദഹിച്ചമരുന്ന സംസാരിയായിട്ടുള്ള ജീവനെ വേണ്ട പോലെ ഉജ്ജീവിപ്പിച്ച് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഔഷധമാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി 85-ാമത്തെ നാമം ശ്രീമദ് വാഗ്ഭവഗൂഢൈകസ്വരൂപ മുഖപങ്കജായൈ നമഃ. ശ്രീമത്തായ വാഗ്ഭവഗൂഢം എന്ന ഏകസ്വരൂപമായ മുഖപങ്കജത്തോടു കൂടിയവൾ. അപ്പോൾ ദേവിയുടെ സ്ഥൂലദേഹ വർണ്ണനയാണ് ഇത്ര നേരം നമ്മൾ നടത്തിയത് ഇല്ലേ. ഇനി സൂക്ഷ്മദേഹ വർണ്ണന ആരംഭിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മരൂപം തന്നെ സൂക്ഷ്മമാണ്. അത് സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം അങ്ങനെ 3 വിധം ഉണ്ട് എന്നാണ്. അവയെ യഥാക്രമം നോക്കുകയാണെങ്കിൽ പഞ്ചദശാക്ഷരീ വിദ്യ, കാമകല, കുണ്ടലിനി അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കണമെന്നാണ്. ഇതിൽ ആദ്യത്തെ പഞ്ചദശാക്ഷരീ വിദ്യയാണ് ഇനിയുള്ള 3 നാമങ്ങളിലൂടെ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ സൂക്ഷ്മശരീരമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തെ 3 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ച് പറയാറുണ്ട് അല്ലേ. ആദ്യത്തെ 5 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഖണ്ഡം
വാഗ്ഭവകൂടമെന്നും തുടർന്നുള്ള 6 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടാം ഖണ്ഡം മധ്യകൂടമെന്നും അവസാനത്തെ 4 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്നാം ഖണ്ഡം ശക്തികൂടമെന്നും ഇവയെ യഥാക്രമം സോമഖണ്ഡം, സൂര്യഖണ്ഡം, അഗ്നിഖണ്ഡം എന്നൊക്കെ പറയാറുണ്ട് എന്നാണ്. അപ്പം ഇതിൽ വാഗ്ഭവകൂടത്തെ ദേവിയുടെ മുഖപത്മമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി 86-ാമത്തെ നാമം കണ്ഠാതക്കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. കഴുത്തിന് താഴെ അരക്കെട്ട് വരെ മധ്യകൂടസ്വരൂപത്തോടു കൂടിയവൾ. മധ്യകൂടത്തെയാണ് ഇവിടെ കാമരാജകൂടം എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഭാവനാപൂർണമാണ് ഈ സങ്കല്പം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ തായ്തടി എന്ന് പറയുന്നത് തന്നെ ഈ മധ്യകൂടമാണല്ലോ. അപ്പോൾ കാമപൂരണം എന്ന ജീവിതത്തിൻ്റെ സകല കർമ്മകലാപങ്ങൾക്കും ആധാരസ്ഥാനമാണ് ഈ കാമരാജകുടം എന്ന് നമുക്ക് വ്യക്തമാവണം. അപ്പോൾ അനാഗതചക്രം എന്ന ഹൃദയാകാശത്തിലാണ് ദേവി വിഹരിക്കുന്നത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഓർക്കുമ്പോൾ ആ നാമം കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ്. ഇനി 87-ാമത്തെ നാമം ശക്തികൂടൈകതാപന്നകട്യധോഭാഗധാരിണി. ശക്തികൂടമെന്ന ഏകതയെ ആപന്നമായ കടിയുടെ അധോഭാഗത്തെ ധരിക്കുന്നവൾ. ദേവിയുടെ കടിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗം ശക്തികൂടമാകുന്നു എന്നാണ്. അപ്പോൾ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ കുടികൊള്ളുന്നു. ആ ശക്തി തന്നെയാണ് ശിരസിലെത്തി സദാശിവനുമായി വേളിക്കുന്നതും. അപ്പോൾ സദാശിവ മേളനം നേടുമ്പോഴാണ് കുണ്ടലിനി ശക്തി ആനന്ദസ്വരൂപിണിയായി അനുഭൂതമാകുന്നത് എന്ന് സ്പഷ്ടമാണ്. അപ്പോൾ ആ ശക്തിയുടെ നിദ്രാവസ്ഥ മൂലാധാരത്തിലും മൂലാധാരം ശക്തികൂടത്തിലുമാണ്. അപ്പോൾ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയ്ക്ക് വേണ്ടിയിട്ടാണ് ഭണ്ഡാസുരവധം എന്ന ഈ കഥ ഇവിടെ നിബന്ധിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സൂക്ഷ്മഭാവങ്ങളെ സ്ഥൂല മനസ്സുകൾക്ക് സുഗ്രാഹ്യമാക്കാൻ വേണ്ടിയിട്ട് ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപായമാണ് ഈ കൽപ്പനകളൊക്കെ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എളുപ്പം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കഥാരൂപേണ നമുക്ക് പറഞ്ഞു തന്നിരിക്കണമെന്നാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു കൽപ്പനയാണ് പഞ്ചദശാക്ഷരി മന്ത്രം എന്നുള്ളത്. അപ്പോൾ ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം ദേവിയുടെ ശരീരമാണെന്നും അവയെ 3 കൂടങ്ങളായി തിരിക്കുന്നു എന്നതും ശങ്കരാചാര്യസ്വാമികളും സൗന്ദര്യലഹരിയിലൂടെ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ സ്വരൂപമാണ് ഏത്? ക, എ, ഇ, ല, ഹ, സ, ക, ഹ, ല, സ, ക, ള. ഈ 12 അക്ഷരങ്ങളിൽ ആദ്യത്തെ 4 അക്ഷരത്തിന് പിന്നിൽ ഹ്രീം എന്നും കൂടി ചേർത്ത് 5 ആക്കുന്നു എന്നാണ്. അടുത്ത ഹ എന്ന് തുടങ്ങി ല വരെയുള്ള 5 അക്ഷരങ്ങളോട് ഹ്രീം ചേർത്ത് 4 ആക്കുന്നു എന്നാണ്. അപ്പോൾ തുടർന്ന് സകള ഇവയോട് ഹ്രീം ചേർത്ത് 6 ആക്കണം. അപ്പോൾ തുടർന്ന് സകള ഇവയോട് ഹ്രീം ചേർത്ത് 4 ആക്കണോ. അങ്ങനെ ആകെ 5ഉം 6ഉം 4ഉം ചേർത്ത് 15 അക്ഷരങ്ങളാക്കണമെന്നാണ്. അപ്പോൾ ഇത് ദേവിയുടെ മന്ത്രാവയവമായിട്ടുള്ള നാമമാണ്, അല്ലെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹ്രീം എന്ന ഹൃല്ലേഖയ്ക്ക് ഒരു വിശദീകരണം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ, ര, ഇ, ബിന്ദു, അർത്ഥചന്ദ്രം, രോധിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിക, സമന, ഉന്മിനി. അങ്ങനെ നമ്മൾ ഹ്രീം എന്നത് 12 തത്വങ്ങളിൽ അടങ്ങിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പം മന്ത്രത്തിൻ്റെ കൂടങ്ങൾ ദൃഷ്ടിയായിട്ട് 3ഉം സമഷ്ടിയായിട്ട് 1ഉം അങ്ങനെ 4 ബീജങ്ങൾ. അതിനെ പല പ്രകാരത്തിലും വർണ്ണിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒന്നാമത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനാനുഗ്രഹങ്ങൾ, ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, അതിൻ്റെ സാമരസ്യം, അഗ്നിചക്രം, സൂര്യചക്രം, സോമചക്രം, ബ്രഹ്മചക്രം, പിന്നെ മിത്രേശനാഥൻ, ഷഷ്ടീശനാഥൻ, ഓഢീശനാഥൻ, ചര്യാനന്ദനാഥൻ. ഇനി ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, വാമ, ജ്യേഷ്ഠ, രൗദ്രി, ശാന്ത, ഇച്ഛ, ജ്ഞാനം, ക്രിയ, അംബിക, കാമേശി, വജ്രേശി, ഭഗമാലിനി, മഹാത്രിപുരസുന്ദരി, ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം, സർവതത്വം,
കാമഗിരിപീഠം, പൂർണ്ണഗിരിപീഠം, ജലന്ധരപീഠം, ഉദ്യാനപീഠം, പ്രാക്ക്, പ്രദക്ഷിണം, പശ്ചിമം, ഉത്തരം, സ്വയംഭൂലിംഗം, ബാണലിംഗം, ഇതരലിംഗം, പരലിംഗം, പരാപശ്യന്തി, മധ്യമാവൈഖരി. ഇങ്ങനെ ഈ വിഭജനങ്ങളുടെയൊക്കെ കണ്ടെത്തലുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു മേധാശക്തിയെയും ഇച്ഛാശക്തിയെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. അത്ഭുതത്തോട് കൂടിയിട്ട് മാത്രമല്ലേ നമുക്കത് ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒന്നായിട്ട് തോന്നുന്നു. അടുത്തത് 88-ാമത്തെ നാമം. ഓം മൂലമന്ത്രാത്മികായൈ നമഃ. മൂലമന്ത്രസ്വരൂപിണിയാണ് ദേവി എന്നാണ്. അപ്പോൾ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ പഞ്ചദശാക്ഷരി മന്ത്രമാണ് ദേവിയുടെ മൂലമന്ത്രം. അപ്പോൾ മനനാത്രായതേ ഇരി മന്ത്ര എന്നാണ്. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരുവിടുക. അപ്പം മന്ത്രം ഉരുക്കഴിക്കുന്നവനെ മന്ത്രം രക്ഷിക്കുന്നു എന്നർത്ഥം വരുന്നു. അപ്പോൾ മന്ത്രം തന്നെ രക്ഷിക്കുന്നതാകയാൽ മന്ത്രാദിദേവതയുടെ രക്ഷാദക്ഷതയെ പറ്റിയിട്ട് നമുക്ക് എന്തു പറയാനാണ്? അത്രയധികം വിശേഷപ്പെട്ടതാണ് എന്നാണ് ആ നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. ഇനി 89-ാമത്തെ നാമം. ഓം മൂലകൂടത്രയകളേബരായൈ നമഃ. കൂടത്രയം എന്ന് പറഞ്ഞാൽ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. അപ്പോൾ ഇവ മൂന്നും കളേബരമായിട്ടുള്ളവൾ എന്ന് പറഞ്ഞാൽ ശരീരമായിട്ടുള്ളവൾ. കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പം മൂലമന്ത്രത്തിന് സൂക്ഷ്മതരം എന്നുള്ള ഒരു വിവക്ഷയും കൂടി ഉള്ളതിനാൽ ദേവിയുടെ സൂക്ഷ്മതരമായിട്ടുള്ള ശരീരത്തെയും കാമകലാസ്വരൂപമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുസ്മരിക്കാം. കാമകലാസ്വരൂപത്തെയാണ് വാസ്തവത്തിൽ ഈ നാമത്തിലൂടെ വെളിവാക്കി തരുന്നതും. അപ്പോൾ കാമകലാസ്വരൂപത്തിൻ്റെ ഭാഗങ്ങളാണ് ഊർധ്വബിന്ദു എന്നാണ്. അപ്പോൾ അടിയറ്റമുള്ള ഹാർദകലാബിന്ദു എന്നാണ്. അപ്പോൾ മധ്യഭാഗത്തുള്ള മധ്യബിന്ദു, ഇവയെ പറ്റിയൊക്കെയാണ് തന്ത്രവിദ്യ അനുസരിച്ച് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഗുരുമുഖത്തു നിന്നാണ് കൂടുതലും പഠിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ആ നാമത്തിൻ്റെ സാമാന്യ അർത്ഥം മനസ്സിലാക്കി നമുക്കിവിടെ തൽക്കാലം ഉപസംഹരിക്കാം. ഇനി 90-ാമത്തെ നാമം. ഓം കുളാമൃതൈകരസികായൈ നമഃ. കുള എന്ന അമൃതത്തിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവൾ എന്നാണ്. അപ്പോൾ കാമകലയെ വിവരിച്ച ശേഷം പിന്നീട് കുണ്ടലിനി ശക്തിയാണ് വിവരിക്കണത് അല്ലേ. അപ്പോൾ കാമകല അഥവാ ത്രിപുരസുന്ദരി ബ്രഹ്മാണ്ടാന്തർഗതയെങ്കിൽ കുണ്ടലിനി പിണ്ടാണ്ടാന്തർഗതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദത്താത്രേയ സംഹിതയിൽ ഇതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂലാധാരാധികം ചക്രഷഡ്കം കുളാമിതി സ്മൃതം. മൂലാധാര ചക്രത്തിൽ 3.5 ചുറ്റായിട്ട് തിറയിട്ടുറങ്ങുന്ന പെമ്പാമ്പായിട്ടാണ് കുണ്ടലിനി ശക്തിയെ കാണുന്നത് എന്ന്. അപ്പോൾ യോഗചര്യ കൊണ്ടാണ് കുണ്ടലിനി ശക്തിയെ ഉണർത്തേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഉണർത്തപ്പെട്ട കുണ്ടലിനി സുഷ്മന വഴി ഷഡാധാരങ്ങളിലൂടെ കടന്ന് ശിരസിലെ സഹസ്രാരപത്മത്തിലെത്തി ആ സഹസ്രാരത്തിൻ്റെ അല്ലിസ്ഥാനത്ത് സദാശിവനെന്ന ആൺപാമ്പുമായിട്ട് മേളിക്കണു എന്നാണ്. അപ്പം മൂലാധാരസ്ഥിതിയായിട്ടുള്ള കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരപത്മത്തിലെത്തിയാലുണ്ടാകുന്ന അമൃതധാരയ്ക്കാണ് ഈ കുളാമൃതം എന്ന് പറയണത്. അപ്പോൾ കുളം അല്ലെങ്കിൽ കുലം എന്നതിന് ത്രിപുടി എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ ശരീരമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 32 താന്ത്രിക പത്മങ്ങളുള്ളതായും അവയിൽ ഏറ്റവും ചുവട്ടിലേതാണ് അകുള, അല്ലെങ്കിൽ ഒഴിച്ചു ആ ഏറ്റവും ചുവട്ടിലുള്ളതിനെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ കുല എന്ന് പറയുന്നതായിട്ടും യോഗിനി ഹൃദയത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു കാണാനുണ്ട്. അപ്പോൾ കുലം സജാതീയ സമൂഹം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കുളാമൃതം എന്ന് പറഞ്ഞാൽ നാനാത്വത്വത്തിലെ ഏകത്വബോധമാണ്. അപ്പോൾ ജ്ഞേയഭാവം മറഞ്ഞ് സർവവും ഏകമെന്ന അദ്വൈതാനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുലീയതേ ഇരി കുലം എന്നാണ് നിർവചനം തന്നെ. അപ്പോൾ കു എന്ന് പറഞ്ഞാൽ പൃഥ്വിയാണ്, പൃഥ്വി തത്വമാണ്. ലീയത എന്ന് പറഞ്ഞാൽ മറയുകയാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാലദേശ നിമിത്ത ക്രിയാഫലരൂപമായിട്ടുള്ള സകല നാനാചിന്തകളും അസ്തമിച്ച് ജ്ഞാന ഘനാമൃതം
മാത്രമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അതാണ് കുളാമൃതം. അതിൽ മാത്രം രസിക്കുന്നവളാണ് കുളാമൃതൈക രസിക എന്നൊരർത്ഥം. ഇനി ഇവിടെ ഉപാസകനും ഉപാസ്യ വസ്തുവിനും അഭേദഭാവന ചെയ്തുകൊണ്ട് സജാത്യഭാവാനുഭൂതി കൈവരുന്നതിന് കുലം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ അനുഭൂതിയിൽ രസിക്കുന്നവൾ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ കുലമിത്യാഹു ആചാര കുലമുച്യതേ എന്നാണ് അതിന് പറയുന്ന പ്രമാണം തന്നെ. അപ്പോൾ ആചാരം തന്നെ കുലം എന്ന് പറയുന്നു. അവിടെ ആചാരങ്ങളുടെ അമൃതാനന്ദം അനുഭവിക്കുന്നവൾ എന്നുള്ളൊരർത്ഥവും കൂടി നമുക്ക് ഇതിലൂടെ വെളിവായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 91-ാമത്തെ നാമം കുളസങ്കേതപാലിനി. കുളം എന്ന യോഗവിദ്യയുടെ സങ്കേതങ്ങളെ അല്ലെങ്കിൽ അനുഷ്ഠാന ക്രമങ്ങളെ പാലിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ കുളസങ്കേതം എന്നതിന് ചക്രരഹസ്യം, മന്ത്രരഹസ്യം, ആരാധനാക്രമരഹസ്യം എന്നൊക്കെ ഒരർത്ഥം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുള പുസ്തകാനിജ ഗോപയേ എന്നാണ് കർശനമായിട്ടുള്ളൊരു താക്കീതാണത്. അപ്പോൾ യോഗവിദ്യ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഗുരുവിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെടണം എന്നാണ്. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ കണ്ടത് ആരും തന്നെത്താൻ പഠിക്കാൻ പാടില്ല എന്നാണ്. കാരണം ശിഷ്യന് യഥേഷ്ടം ഗ്രന്ഥപരിചയം വെച്ചുകൊണ്ട് പരിശീലിക്കാവുന്ന സാങ്കേതിക വിദ്യകളല്ല അവ. അതുകൊണ്ട് യോഗവിദ്യകൾ ഗുരുമുഖത്തുനിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് ഗോപയെ എന്നതിന് രക്ഷിക്കണം എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ തന്ത്രഗ്രന്ഥങ്ങളുടെ വൈശിഷ്ട്യം കൊണ്ട് അവയെ പ്രത്യേകം പരിരക്ഷിക്കണം എന്നും നമുക്ക് ഇതിലൂടെ അർത്ഥമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഇനി 92-ാമത്തെ നാമം ഓം കുലാംഗനായൈ നമഃ. കുലീന എന്നാണ് അർത്ഥം. കുലീനകൾ സ്വതവേ പരസ്യമായിട്ട് അങ്ങനെ ചുറ്റിത്തിരിയാറൊന്നുമില്ല. അതേപോലെ അത്യന്തം ഗോപ്യമായിട്ട് മറഞ്ഞിരിക്കാറാണ് പതിവ്, അല്ലേ? അപ്പോൾ എല്ലാ വിദ്യകളും ആർക്കും വിധേയമാക്കാമെന്നിരിക്കെ ശ്രീവിദ്യ അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ധ്വനി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുലവധുവിനെ പോലെ ദേവി അവിദ്യയാകുന്ന മൂടുപടത്തിനാൽ മറയപ്പെട്ടിരിക്കുന്നു. പതിക്കും പുത്രനും മാത്രം ദർശനീയമാണ് സാധ്വിയുടെ മുഖം എന്നതുപോലെ പരമശിവനും നിഷ്കളങ്ക സാധകനും മാത്രമേ ദേവീ ദർശനം സാധ്യമാകുന്നുള്ളൂ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇനി കുളാർണവം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് അനുസ്മരിക്കാം നമുക്ക്. അന്യാസ്തു സകലാവിദ്യ പ്രകടാ ഗണികായിവ ഇയം തു ശാംഭവീ വിദ്യ ഗുപ്താ കുലവധൂരിവ എന്നാണ്. ഇനി പരശുരാമൻ്റെ പക്ഷം വേറൊന്നാണ് കേട്ടോ. അതും കൂടി ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. അന്യാവിദ്യ വേശ്യേവാദിപ്രകട എന്നാണ് പരശുരാമൻ്റെ പക്ഷം പറയണത്. അപ്പോൾ ഇതൊക്കെ കുളവിദ്യയുടെ പ്രത്യേകതയായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധത്തെ നിഷ്കർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു വിദ്യകളെ ഒന്നും ആക്ഷേപിക്കാനല്ല അതിലൂടെ നമ്മൾ ശ്രമിച്ചത്. ആ വ്യത്യസ്തതകളും അതിൻ്റെ രഹസ്യ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇനി 93-ാമത്തെ നാമം കുളാന്തസ്ഥായൈ നമ. കുലത്തിനുള്ളിൽ വർത്തിക്കുന്നവൾ, കുളവിദ്യയിൽ കുടികൊള്ളുന്നവൾ എന്നൊക്കെയാണ് നാമത്തിനർത്ഥം. അപ്പോൾ ഇവിടെ കുലം എന്നുള്ളതിന് ശാസ്ത്രം എന്നുള്ളൊരർത്ഥം നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അപ്പോൾ വേദസാരമായിട്ട് വിളങ്ങുന്നവൾ എന്നാണ്. ആഗമാന്തപ്പൊരുളേ ജഗന്മയി ആരറിയുന്നു നിന്നെ വിദ്യാമയി എന്ന് ചില പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുളാംഗസ്ഥ എന്നുള്ള ഈ നാമത്തിന് പാഠഭേദം കാണുന്നുണ്ട്. കുളാന്തസ്ഥ എന്നുള്ളതിന് പകരം കുളാംഗസ്ഥ എന്ന് കാണാറുണ്ട്. അപ്പോൾ കുളവിദ്യയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ അതിനർത്ഥം വരുന്നത്. അപ്പോൾ കുലസ്യാന്ത മാതൃമേയയോ മധ്യമിതി രൂപേണ സ്ഥിത എന്ന് ഭാസ്കരരായരും വർണ്ണിക്കുന്നു. അപ്പോൾ മിതി എന്ന് പറഞ്ഞാൽ അളവാണ്. ത്രിപുടിക്കുള്ളിൽ സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ, ജ്ഞാതൃജ്ഞേയങ്ങൾക്കിടയിൽ ജ്ഞാനരൂപമായിട്ട് വർത്തിക്കുന്നവൾ എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ അറിയുന്നവനും അറിയേണ്ടുന്നതിനുമിടയ്ക്ക് അറിവായി വിളങ്ങുന്നവൾ. ജ്ഞാനം ജ്ഞാനവതാമഹം എന്ന് ഭഗവത്ഗീതയിൽ പറയണ്ടല്ലോ.
അപ്പോൾ കുലം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നൊരർത്ഥമുണ്ട്, ഗൃഹം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ വംശത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ രാജ്യത്തിലും പൂജനീയയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥവും കൂടി നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ്. പൂജനീയ ജനേർദേവി സ്ഥാനേ സ്ഥാനേ പുരേ പുരേ ഗൃഹേ ഗൃഹേ ശക്തിവരേർ ഗ്രാമേ ഗ്രാമേ വനേ വനേ എന്നാണ് പ്രമാണം തന്നെ. ഇനി 94 നാമം ഓം കൗളിന്യേ നമ. കുളത്തെ സംബന്ധിച്ചവൾ എന്നാണ്. കുളം എന്നുള്ള പദത്തിന് മുമ്പ് നമ്മൾ പല അർത്ഥങ്ങൾ അനുസ്മരിച്ചു. അപ്പോൾ ശക്തിയെ കുലം എന്നും ശിവനെ അകുലം എന്നും വ്യവഹരിക്കാറുണ്ട്. അപ്പോൾ സ്വയംഭുവാണല്ലോ ശിവൻ, അതുകൊണ്ട് കുലമില്ലാത്തവൻ. അപ്പോൾ കുലത്തെ സംബന്ധിച്ചത് കൗളം അല്ലെങ്കിൽ കൗലം, അങ്ങനെ കുലാകുല സംബന്ധമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തെ കൗളം എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ കുളം ശക്തിരിതി പ്രോക്തം അകുലം ശിവ ഉച്ചതേ കുലേ അകുലസ്യ സംബന്ധ കൗളമിത്യഭിധീയതേ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രമാണം ഉണ്ടല്ലോ, ലളയോരഭേദ എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച് കുലം കുളമാകും, കുളം കുലവുമാകും. അപ്പോൾ കുലത്തിലെ അകുല സംബന്ധം എന്നതിന് ശിവശക്തി ഐക്യം എന്നാണ് അർത്ഥം പറയുന്നത് അല്ലേ. അപ്പോൾ ശിവശക്തി ഐക്യരൂപിണി എന്നതിന് പര്യായമാണ് കൗളിനി എന്ന് നമുക്ക് മനസ്സിലാകണു. അപ്പോൾ സഹസ്രാര ചക്രത്തിലെ സഹസ്രദളത്തിന് കുല എന്നാണ് പേര് എന്നും, ദളങ്ങളിൽ ശക്തിദേവതകളും സഹസ്രാരദള പത്മത്തിലെ മഞ്ജരിയിൽ ദേവിയും കുടികൊള്ളുന്നു എന്നാണ്. അപ്പോൾ സ്വച്ഛന്തതന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുലദേവതകളുടെ അതിവ എന്നുള്ള അർത്ഥത്തിൽ ദേവിയെ കൗളിനി എന്ന് വിളിക്കുന്നു എന്നാണ് ആ നാമത്തിന് വേറെ പ്രകടമാക്കാവുന്ന മറ്റൊരർത്ഥം. 95 നാമം ഓം കുളയോഗിന്യൈ നമ. കുലത്തിലെ യോഗിനിയായവൾ എന്നാണ്, അല്ലെങ്കിൽ കുലത്തിലെ യോഗിനി. കുലം എന്ന് പറഞ്ഞാൽ ചക്രം എന്നൊരർത്ഥമുണ്ട്. ഷഡാധാര ചക്രത്തെയാണ് ഇവിടെ ചക്രം എന്ന് പറഞ്ഞിരിക്കണതെന്ന് നമ്മൾ അനുസ്മരിക്കുക. അപ്പോൾ ഷഡാധാര ചക്രങ്ങളിൽ ചേർന്നിരിക്കുന്നവൾ കുലയോഗിനി. യോഗം എന്ന് പറഞ്ഞാൽ സംബന്ധം എന്നാണ് അർത്ഥം. അപ്പോൾ കുലത്തിന് മുമ്പ് പറഞ്ഞുള്ള എല്ലാ അർത്ഥങ്ങളും ഇവിടെ യോഗിനി ശബ്ദം ചേർത്ത് അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളൊരു പ്രത്യേകതയും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 96 നാമം ഓം അകുലായൈ നമ. കുലമില്ലാത്തവൾ എന്നാണ് അകുല എന്നുള്ള നാമത്തിനർത്ഥം. അപ്പോൾ ആദിപരാശക്തിയായിട്ടുള്ള ദേവിക്ക് എവിടെയാ കുലം? ത്രിപുടി ഒടുങ്ങിയവളാണ് ദേവി, അതായത് ശരീരമില്ലാത്തവളാണ്. അദ്വിതീയ എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ്. അപ്പോൾ സ്വച്ഛന്ത സംഗ്രഹം എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ അതശ്ചേർത്ഥം സുഷുമ്നയാ സഹസ്രദള സംയുതം എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ പങ്കജദ്വയമീശാനി കുലാകുലമയം ശുഭം എന്ന് വരെയുള്ള ആ ഒരു ഭാഗത്തിൽ സുഷുമ്നയുടെ അടിയിലും മുകളിലും 2 താമരകളായിട്ട് വസിക്കുന്ന ദേവി അകുല എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ് അതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി 97 നാമം ഓം സമയാന്തസ്ഥായൈ നമ. സമയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് സമയാന്തസ്ഥ എന്നുള്ള നാമത്തിനർത്ഥം. അപ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ ഹൃച്ചക്രത്തിൽ സങ്കല്പിക്കുന്ന മാനസപൂജയാണ് എന്നാണ്. അപ്പോൾ ഈ മാനസപൂജ സർവോത്കൃഷ്ടമാണ് എന്ന് യോഗിമാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി സമയം എന്നതിന് വസിഷ്ഠൻ, ശുകൻ, സനകൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരാൽ വിരചിതമായിട്ടുള്ള 5 തന്ത്രഗ്രന്ഥങ്ങൾ എന്ന് ഒരർത്ഥമുണ്ട്. അപ്പോൾ ശ്രീചക്രപൂജയാണ് ആ ഗ്രന്ഥങ്ങളിലെ പ്രതിപാദ്യ വിഷയം തന്നെ. അപ്പോൾ സമയാന്തസ്ഥ എന്നതിന് ആ ഗ്രന്ഥങ്ങളിലെ പ്രതിപാദ്യ വസ്തുവായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഒരർത്ഥം നമുക്ക് എടുക്കാം എന്നാണ്. അപ്പോൾ സമ എന്ന് പറഞ്ഞാൽ തുല്യ എന്നാണ്. യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവൾ. അപ്പോൾ സമയ എന്നതിന് ശിവശക്തികളെ തുല്യമായി പ്രാപിച്ചവൾ എന്നുള്ളൊരർത്ഥം കൂടി നമുക്കതിൽ നിന്ന് കിട്ടണു എന്നുള്ളതാണ്. അപ്പോൾ അന്ത എന്നതിന് അന്ത എന്നുള്ളതിന് നിർണയം, അവസാനം, ഉള്ള് തുടങ്ങിയിട്ടുള്ള പല അർത്ഥങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇനും അത്.
അപ്പോൾ അന്തപ്രാന്തേ അന്തികേ നാശേ സ്വരൂപേതി മനോഹരേ എന്നാണ് വേദാന്തം. അപ്പോൾ ഇവിടെ വേദാന്തം എന്നുള്ളിടത്ത് നിർണയാർത്ഥത്തിനാണ് കൂടുതൽ പ്രസക്തി എന്ന് തോന്നുന്നു. കാരണം പരിനിഷ്ഠിതമായിട്ടുള്ള സ്വരൂപജ്ഞാനം എന്നാണ് അർത്ഥം. അങ്ങനെ ശിവശക്തികളെ തുല്യമായിട്ട് പ്രാപിച്ചു എന്നും പരിനിഷ്ഠിത ജ്ഞാനമുള്ളവരിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥമൊക്കെ അതിൽ നിന്ന് വെളിവായി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിവശക്തികളുടെ തുല്യത എന്ന് പറഞ്ഞാൽ 5 പ്രകാരത്തിലാണ് അല്ലേ? അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥലതുല്യത, സഹസ്രാര ചക്രത്തിലെ ബിന്ദുരൂപമായ അമൃതാബ്ധിയിൽ ശിവശക്തികൾക്ക് തുല്യതയുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ പ്രവൃത്തി തുല്യത എന്നുള്ളതാണ്. അതായത് ശിവന് കഴിയുന്നതെല്ലാം ശക്തിക്കും കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ നടന തുല്യതയാണ്. അപ്പോൾ താണ്ഡവാവസരത്തിൽ ശിവശക്തികൾ താണ്ഡവവും ലാസ്യവും ആടുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ നാമതുല്യത എന്നുള്ളതാണ്. ശിവ എന്നും 2 പേർക്കും നാമമുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആകൃതി തുല്യതയാണ്. ഇരുവരുടെയും നിറം ചുവപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹൃച്ചക്രത്തിൻ്റെയും വസിഷ്ഠാദിപ്രണീതങ്ങളായിട്ടുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും തത്വാവബോധം ഇപ്രകാരം ഉള്ളിലിരുന്ന് ഉണർത്തുന്നവൾ എന്നും സമയാന്തസ്ഥ എന്നതിന് അർത്ഥമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. ഇനി അടുത്ത നാമം സമയാചാരതൽപരായൈ നമഃ. സമയാചാരം എന്ന സാധനാ സമ്പ്രദായത്തിൽ താല്പര്യമുള്ളവൾ എന്നാണ്. അപ്പോൾ സമയാചാരം എന്ന് പറഞ്ഞാൽ രുദ്ര യമാളത്തിൽ 10 പടലങ്ങൾ കൊണ്ടാണ് ഈ സമയാചാരത്തെ വിവരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ ഗുരുകടാക്ഷപൂർവകം അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന സാധനാ സമ്പ്രദായമാണ് സമയാചാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കുണ്ടലിനി ശക്തി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുദ്ധി, ആജ്ഞ എന്നീ ഓരോ ചക്രങ്ങളും കടന്ന് സഹസ്രദള കമലത്തിൽ സദാശിവനുമായി മേളിച്ച് തിരസ്കരണി കൊണ്ട് മറഞ്ഞ് കേളീമന്ദിരത്തിൽ മേളിച്ച ശേഷം വീണ്ടും പുറപ്പെട്ട് മൂലാധാരകുണ്ഡത്തിൽ പ്രവേശിക്കും വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഗുരു കടാക്ഷത്തോടുകൂടി അഥവാ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന സാധനാ സംവിധാനങ്ങളാണ് സമയാചാരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ സമയാചാരങ്ങളിൽ ആസക്തയാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ അർത്ഥമായിട്ട് കിട്ടണമെന്നാണ്. ഇനി 99ാമത്തെ നാമം മൂലാധാരൈക നിലയായൈ നമഃ. മൂലാധാരം മാത്രം നിലയമായിട്ടുള്ളത് ആർക്കാണോ അവൾ എന്നാണ് ആ നാമത്തിനർത്ഥം. നിലയം എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അപ്പം മൂലാധാരം 4 ഇതളുള്ള ഒരു താമര അല്ലിയാണ് എന്ന് കാണുന്നു. അപ്പോൾ അവിടെ കുലകുണ്ഡം എന്നുള്ള പേരിൽ ഒരു മധ്യബിന്ദു ഉണ്ട് എന്നാണ്. അതിലാണ് കുണ്ടലിനി മുഖം മറച്ച് സദാ ഉറങ്ങുന്നത് എന്ന് നമ്മൾ നേരത്തെ പല ഇതിലേക്കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ മൂലം എന്ന് പറഞ്ഞാൽ വേര് എന്നാണ്, ആധാരം. അപ്പോൾ കുണ്ടലിനിക്കുള്ള ആധാരവും സൂക്ഷ്മനാനാഡിയുടെ വേരും എന്ന അർത്ഥത്തിലാണ് ഇവിടെ മൂലാധാരം എന്നുള്ള നാമം വന്നേക്കണത് എന്നാണ്. അപ്പോൾ ഓരോ ആധാര ചക്രത്തിലെയും തത്വം നമുക്ക് നോക്കുകയാണെങ്കിൽ മൂലാധാര ചക്രത്തിലെ പൃഥ്വീതത്വമാണ്, സ്വാധിഷ്ഠാന ചക്രത്തിലെ അഗ്നിതത്വമാണ്, മണിപൂരക ചക്രത്തിലെ ജലതത്വമാണ്, അനാഘത ചക്രത്തിലെ വായുതത്വമാണ്, വിശുദ്ധി ചക്രത്തിലെ ആകാശതത്വമാണ്, ആജ്ഞാചക്രത്തിലെ മനസ്തത്വമാണ്. അപ്പോൾ സുഷുമ്ന വഴി കുണ്ടലിനി ഈ ഓരോ ചക്രത്തിലൂടെ ഓരോ തത്വം കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യോഗിമാരുടെ സർവജ്ഞതയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് പിന്നീട് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ അജ്ഞാതമായിട്ട് ഒന്നും തന്നെ ശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുദലിംഗ മധ്യത്തിൽ 4 ദളം വിരിഞ്ഞ താമരയാണ് മൂലാധാരം എന്ന് മനസ്സിലാക്കുക. അതിനുപരി ലിംഗസ്ഥാനത്ത് 6 ദളം വിരിഞ്ഞ താമരയാണ് സ്വാധിഷ്ഠാനം. അതിനും മുകളിൽ നാഭിയിൽ 10 ഇതൾ വിരിഞ്ഞ പത്മമാണ് മണിപൂരകം. അതിൻ്റെ മുകളിൽ ഹൃദയതലത്തിൽ 12 ഇതളുള്ള വിടർന്ന താമരയാണ് അനാഘതം എന്ന് മനസ്സിലാവണം. അതിൻ്റെ മുകളിൽ കണ്ഠത്തിൽ 16 ദളം വിടർന്ന പത്മമാണ് വിശുദ്ധി. അവിടവും കടന്ന് ഭൂമധ്യത്തിൽ 2 ദളം വിരിഞ്ഞ താമരയാണ് ആജ്ഞ.
ഇങ്ങനെ 6 ആധാരചക്രങ്ങൾ അല്ലെങ്കിൽ ഷഡാധാരങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നീ മണ്ഡലങ്ങൾ തമോലോകമാണ് എന്നും അതിന് അഗ്നികണ്ഠം എന്നൊരു പേരുണ്ട് എന്നാണ്. ഇനി മണിപൂരകം, അനാഘതം എന്നുള്ള ഈ 2 മണ്ഡലങ്ങളെ മിശ്രലോകം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് സൗരഖണ്ഡം എന്ന് പറയുന്നു. വിശുദ്ധി, ആജ്ഞ എന്നുള്ള മണ്ഡലങ്ങളെ ജ്യോതിർമയ ലോകമായിട്ട് കണക്കാക്കുന്നു എന്നാണ്. അതാണ് ചന്ദ്രഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ യഥാക്രമത്തിൽ നോക്കുമ്പോൾ അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം ആയിട്ടാണ് അവ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോന്ന് ആചാര്യവാണി നമ്മൾ പ്രഭാതങ്ങളിലൊക്കെ പാടി പുകഴ്ത്താറില്ലേ. അപ്പോൾ ആ യോഗമതപ്രകാരം നട്ടെല്ലിൻ്റെ ഉള്ളിൽ ഇടതുവശത്ത് ഇട എന്ന നാഡിയും വലതുവശത്ത് പിങ്കള എന്നുള്ള നാഡിയും മധ്യത്തിൽ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ അതിസൂക്ഷ്മമായിട്ട് താമരനൂല് പോലെ ഇടിമിന്നലിൻ്റെ തിളക്കത്തിൽ മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ വ്യാപിച്ച് സുഷ്മനാനാഡിയും സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സുഷ്മനയിലാണ് ഷഡാധാരങ്ങളും ബന്ധിച്ചിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മൂലാധാരത്തിലെ 3.5 ചുറ്റിൽ തിറയിട്ടുറങ്ങുന്ന പാമ്പിനെ പോലെ കുണ്ടലിനി മുഖം മറച്ച് ശയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ യോഗചര്യ കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും കുണ്ടലിനി ഉണർത്തപ്പെട്ടാൽ അത് സുഷുമ്ന വഴി മുകളിലേക്ക് കുതിക്കണമെന്നാണ്. അപ്പോൾ കുണ്ടലിനി ഓരോ ആധാരചക്രം കടക്കുമ്പോഴും മനസ്സിൻ്റെ വിവിധ അറകൾ താനേ തുറക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത്ഭുത ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് അനുഭവത്തിൽ, അല്ലെങ്കിൽ അത്ഭുത ദൃശ്യങ്ങളും അതുല്യമായിട്ടുള്ള നാദങ്ങളും അവാച്യ സിദ്ധികളും നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നു എന്നാണ്. അങ്ങനെ കുണ്ടലിനി മസ്തിഷ്കത്തിലെ സഹസ്രാരചക്രത്തിലെത്തുന്നതോടെ യോഗി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിമിതികളെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇട എന്ന നാഡിയിലൂടെ ചന്ദ്രനും പിങ്കള എന്നുള്ള നാഡിയിലൂടെ സൂര്യനും സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ സൂര്യനിലെ കിരണങ്ങളേറ്റ് ചന്ദ്രനിലെ അമൃതകല അലിഞ്ഞ് ഷഡാധാരങ്ങളിലൂടെയും അത് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ ചന്ദ്രനിലെ അമൃതകല ദ്രവിച്ചൊഴുകുന്ന അമൃതപാനം ചെയ്തുകൊണ്ടാണ് കുണ്ടലിനി സദാ മൂലാധാര ചക്രത്തിൽ മയങ്ങി ഉറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ യോഗചര്യ കൊണ്ട് നമുക്ക് നിരോധിക്കാവുന്നതാണ്. അപ്പോൾ സൂര്യ സമ്പർക്കമില്ലാതെ ചന്ദ്രനിൽ നിന്നുള്ള അമൃതപ്രവാഹം നിലയ്ക്കും ഒരു പ്രത്യേകത വരും. അപ്പോൾ ക്ഷുദ്ധാർത്ഥമായിട്ടുള്ള കുണ്ടലിനി ഞെട്ടി ഉണരുന്നു എന്നാണ്. അപ്പോൾ തുടർന്ന് സുഷ്മനാ നാഡിയിലൂടെ മുകളിലേക്ക് കുതിക്കുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമായിട്ട് ഗ്രഹിക്കാനുള്ളത്. ഇനി 100ാമത്തെ നാമം ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യൈ നമഃ. ബ്രഹ്മഗ്രന്ഥിയെ വിശേഷേണ ഭേദിക്കുന്നവൾ എന്നാണ്. അപ്പോൾ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും ഉൾക്കൊള്ളുന്ന അഗ്നികണ്ഠത്തിന് തൊട്ടു മുകളിലായിട്ടാണ് ബ്രഹ്മഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ബ്രഹ്മഗ്രന്ഥിയിൽ ദേവി പ്രകാശിക്കുന്നു എന്നൊരു അർത്ഥം നമുക്ക് മനസ്സിലായി. അപ്പോൾ സൃഷ്ടിവാസനയെ മുൻനിർത്തിയാണ് ബ്രഹ്മഗ്രന്ഥി എന്നുള്ള സംജ്ഞ എന്നും മനസ്സിലായി. അപ്പോൾ സാധനാബലം കൊണ്ടും ദേവീ കടാക്ഷം കൊണ്ടും മാത്രമേ ഉപാസകന് ഈ ബ്രഹ്മഗ്രന്ഥിയെ വിദഗ്ധമായിട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാധകന് തൻ്റെ ആധ്യാത്മിക പാതയിൽ വാസനകൾ കാരണം നേരിടേണ്ടി വരുന്ന വിഷമസന്ധികളെയാണ് ഗ്രന്ഥികൾ പ്രതിദാനം ചെയ്യുന്നത് എന്നും നമുക്ക് പറയാം. അപ്പോൾ സൂര്യന് കലകൾ 12 അല്ലേ. അവയിൽ ആദ്യ കല കൊണ്ടാണ് അഗസ്ത്യ ഹയഗ്രീവ സംവാദ രൂപമായ ഉപക്രമം നിർവഹിച്ചിരിക്കുന്നത് എന്നും 12ാമത്തെ കല കൊണ്ട് ഉപസംഹാരവും നടക്കുന്നു എന്നും ശേഷിച്ച 10 കലകൾക്ക് ഒന്നിന് 100 നാമം എന്നുള്ള ക്രമത്തിൽ 1000 നാമങ്ങൾ ഈ ലളിതാ സഹസ്രനാമത്തിൽ വിവരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവയിൽ 2ാമത്തെ കലയായിട്ടുള്ള താവിനീ കലയിലെ
100 നാമങ്ങൾ നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 101ാമത്തെ നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്നത്തെ ഈ സർഗ്ഗം ഇവിടെ പൂർണ്ണമാവുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യേ നമ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം